ഇന്ന് വീട്ടിൽ എല്ലാവരും ഉള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് എൻ്റെ പല്ലേക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒതുക്കി കെട്ടി നേരെ അടുക്കളയ്ക്ക് പോവാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് ഓഫായ ദിവസമായതുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും ഉണ്ടാവും. അപ്പോൾ അച്ഛൻ നേരം വൈകിട്ടൊക്കെയാണ് പോവാറുള്ളൂ കേട്ടോ അന്നത്തെ ദിവസം. അപ്പോൾ അതേ ചായ എടുത്ത് കുടിക്കാനാണ് ഞാൻ വന്നേക്കണം. അപ്പോൾ അമ്മ എന്നെ അടുക്കളയിൽ കാണാനില്ല. അപ്പോൾ അമ്മ അതേ ചോറ് വാർക്കാനായിട്ട് ഞാൻ വെച്ചിട്ടും പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന് അത് വറുത്ത് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഒരെണ്ണം വറുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ചോദിക്കുന്നത് ഇന്നലെ വൈകുന്നേരം നിനക്ക് എന്നിട്ടായിരുന്നു പണിയുന്നത് എന്താ വെച്ചാൽ എല്ലാവരും ഉറങ്ങി കിടക്കുമ്പോൾ ഇവിടെ എന്നിട്ട് അടുക്കളയിൽ നല്ല സൗണ്ടും തട്ടലും മുട്ടലൊക്കെ കേൾക്കണ്ടായിരുന്നല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു വേറെ എന്തല്ല അമ്മ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി തിണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ വൈകുന്നേരം മുട്ട ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണല്ലോ കിടന്ന് ഉറങ്ങിയത്. അപ്പോൾ ആ വിശേഷമൊക്കെ പറഞ്ഞ് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ചായ കൂടി കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടിയിട്ട് മുകളിലേക്ക് കയറിക്കായിരുന്നു. അപ്പോൾ അച്ഛൻ മുകളിലുണ്ട് കേട്ടോ. അച്ഛൻ ചെടികൾക്കൊക്കെ നനച്ചു കൊടുക്കാനായിട്ട് അച്ഛൻ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഞാനും കയറി. അപ്പോൾ കുറച്ച് നേരം വെയിലും കൊള്ളാം പിന്നെ ചെടികളൊക്കെ നോക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അമ്മ അതേ അമരക്കായ കുറച്ച് ഉണ്ടായി നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ പൊട്ടിക്കാമെന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ പിന്നെ വൈകുന്നേരം എനിക്ക് കയറാൻ നിൽക്കണ്ട രാവിലെ പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് രാവിലത്തേക്ക് വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ എന്തേ കയറി വന്ന് മുകളിലേക്ക്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി നിന്നിട്ട് അമരക്കായ പൊട്ടിക്കണം. അപ്പോൾ അച്ഛൻ്റെ എല്ലാ ചെടികൾക്കും നനച്ചു കൊടുക്കുന്നുണ്ട്. രാവിലെ വൈകുന്നേരം നമ്മൾ ഇതുപോലെ നനച്ചു കൊടുക്കാറുണ്ട്. എന്താ വെച്ചാൽ ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് നല്ല വീലാണ്. അപ്പോൾ ഒരു നേരം നനച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എനിക്ക് നന്നായി എന്താ പറയുക വാടി നിൽക്കണ്ടാവും കേട്ടോ. അപ്പോൾ അതേ അമരക്കായ പൊട്ടിക്കണം കേട്ടോ. ഞങ്ങൾ രണ്ടാളും നിന്നിട്ട് അത്യാവശ്യം കുറച്ച് അമരക്കായ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു നേരത്തിന് കറി വയ്ക്കാനുള്ള അത്രയും അമരക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ സാധനം ഇതുപോലെ പൊട്ടിച്ച് കഴിക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ അതേ ഇത്രയും അമരക്കായ്ക്കാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് പൊട്ടിച്ച് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് അടിയിലേക്ക് ഇറങ്ങി പോരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ അച്ഛൻ പറഞ്ഞു കുറച്ച് കരിക്കിടാം എന്ന് പറഞ്ഞിട്ട് നാളികേരം അതേപോലെ തന്നെ കരിക്കും ആയിട്ടുണ്ട്. നമ്മുടെ തെങ്ങുമ്മ ആദ്യമായിട്ട് ഉണ്ടായിരിക്കണ നാളികേരങ്ങളാണ് കേട്ടോ. ഇത് ഉണ്ടാവാണ്ട് നമ്മളിതിനെ വെട്ടിക്കളയും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിർത്തിക്കായിരുന്നു. പിന്നെ അവസാനം അത് കഴിച്ചു. അപ്പോൾ അതേ നാളികേരം കരിക്കൊക്കെ ഇട്ടിട്ട് ഞങ്ങളിത് അടിയിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും അതേപോലെ മസാലക്കറി ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പൂരി അമ്മയ്ക്ക് പരത്തി കൊടുക്കണം. അപ്പോൾ അമ്മ അപ്പുറത്ത് നിന്നിട്ട് പൂരി എന്താ പറയുക ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾ പരത്തുമ്പോൾ ഒരാൾ ആക്കുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ എല്ലാ പൂരികളും എന്താ പറയുക ഫുൽക്ക പോലെ നന്നായി പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ എടുക്കണ ആ ഒരു സമയത്ത് മാത്രം മര്യാദയ്ക്ക് പൊന്തി വന്നില്ലേ, ബാക്കിയെല്ലാം നന്നായി പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ പൂരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ അച്ഛനാണെങ്കിൽ ഇന്നും വയറുവേദനയായിട്ട് വീണ്ടും അവൾ കിടക്കുകയാണ്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ അച്ഛനും കൊണ്ട് ആശുപത്രിക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. അവൾക്ക് എന്തോ ഫുഡ് പോയ്സൺ അടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കണേ. അപ്പോൾ അവളെയും കൊണ്ട് വേഗം അച്ഛൻ കഴിച്ചിട്ട് എന്താ പറയുക ആശുപത്രിക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ കഞ്ഞി കുടിച്ച് അവിടെ കിടക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ.